സുഹൃത്തുക്കളെ, രാത്രി 12 മണിക്ക് മമ്മാക്ക് പുറത്തിറങ്ങിക്കണം എന്തിനാരോ. 2 ദിവസത്തെ ലീവിന് നമ്മളെ മുനീർ ഗൾഫിൽ നിന്ന് വന്നിരുന്നു. ഓൻ തിരിച്ചു പോവാട്ടില്ല. അപ്പോൾ ഓനെ യാത്ര അയക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പര് പുറത്തിറങ്ങി നിൽക്കുന്നത്. ആനമങ്ങാടത്ത് കളി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അവൻ വിളിച്ച് പറയണത് 12 മണിക്ക് എനിക്ക് എയർപോർട്ടിലേക്ക് കൊണ്ടുവന്ന് കൊണ്ടാക്കി തരും കേട്ടോ. ഞാനും നിജാദും കേട്ടോ അവനെ കൊണ്ടേക്കാൻ പോണ്. കൂട്ടും പിടിച്ച് വരുന്ന ആളെ കണ്ടില്ല ഞങ്ങൾ. ചന്ദ്രനിക്ക് വന്നു അവൻ്റെ വിചാരം. വല്യപ്പാക്ക് സ്നേഹത്തിൻ്റെ ഒരു ഉമ്മയും കൊടുത്തിട്ടേ ഓനെ അവിടുന്ന് വീട്ടിൽ നിന്ന് യാത്ര ആകുകയാണ്. ഇനി പ്രവാസ ലോകത്ത് എത്തിക്കഴിഞ്ഞാൽ നാട്ടിലത്തെ അവൽ മിൽക്ക് കിട്ടൂലല്ലോ എന്ന് പറഞ്ഞിട്ട് 24th അവൽ മിൽക്ക് കുടിക്കാനാണ് ഞങ്ങൾ ആദ്യം പോയത്. ഞങ്ങൾ അവൽ മിൽക്ക് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ വന്ന് നിജാദിനെ കാണാനായിട്ട് ഞങ്ങൾ ആ വെപ്രാളപ്പെട്ടിരിക്കുന്നത്. തിരിഞ്ഞു നോക്കുന്ന സമയത്തുണ്ട് ആളിതവിടെ മെയ്സിൻ്റെ ജേഴ്സി വില കമ്മി കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുറേ ജേഴ്സികൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. ഓനെ തല കൊണ്ടു കഴിഞ്ഞാലും ഓനെ പള്ളയിൽ കൊള്ളണില്ല എന്നുള്ള ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. രാത്രി 10 മണിക്ക് ശേഷം കേട്ടോ ഈ കട ഉള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ജേഴ്സി കളക്ഷനൊക്കെ ഇവിടെ ഉണ്ട്. കഴിയുന്നവരൊക്കെ വന്ന് വാങ്ങിക്കോളൂ. നല്ല ക്ലോത്താണ്. ഏകദേശം 200 രൂപ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ കേട്ടോ. അവിടുന്ന് കുറ്റിയും പറിച്ച് കോഴിക്കോട്ട് പോകുന്ന സമയത്താണ് മുനീർ പറഞ്ഞത് ഇന്നാരും ബഹുമാനിക്കണില്ലല്ലോ എന്ന്. ഓൻ്റെ പരാതി തീർത്തു കൊടുക്കാൻ വേണ്ടി നേരെ ഇന്ത്യനൊരു പമ്പിക്കാണ് കയറി. അവിടെ തന്നെ നമ്മൾ ഇന്ത്യക്കാരൻ ഓനോട് വെൽക്കം സാർ, താങ്ക് യു സാർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓനിക്ക് ഹാപ്പിയായി. എണ്ണ അടിക്കലും കഴിഞ്ഞിട്ട് നമ്മൾ തിരക്കില്ലാത്ത അങ്ങാടിപ്പുറം പാലത്തിന്മേൽ കൂടി നേരെ കോഴിക്കോട് എയർപോർട്ടിലെത്തിട്ടോ. അപ്പോൾ മക്കളെ പോയിട്ട് ഇനി 2 മാസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളോട് ടാറ്റയും കാണിച്ചിട്ട് ഇതാവും പോയി. അപ്പോൾ ടാറ്റ ബൈ.